അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം കണ്ടല്ലോ. ഞങ്ങളുടെ ഈ വർഷത്തെ ചെറിയ ഓണാഘോഷമാണ് കേട്ടത്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും അച്ഛനും അനിയനൊന്നും ഇല്ല, അവരൊക്കെ പുറത്താണല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ട് ഓണം മക്കളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് അടിച്ച് പൊളിച്ചു. ഞങ്ങളുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. പിന്നെ അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിന്ന് ലാസ്റ്റ് ദിവസമാണ് കുറച്ച് വലിപ്പത്തിലിട്ട്. പൂവിനൊക്കെ എന്താ വില. അങ്ങനെ പൂവൊക്കെ ഇട്ട് പൂവിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞ് അമ്മ ദാ ഇവിടെ നിൽപ്പുണ്ട്. നല്ല മഴയും വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ച് എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഈ പ്രാവശ്യത്തെ ഓണം ഞാനങ്ങ് ഉഷാറാക്കി. ആദ്യമായിട്ടാണ് കേട്ടോ സദ്യ ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ നോക്കാം. ഓണം എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എൻ്റെ ഓണപ്പരിപാടികൾ കണ്ടാലോ. ഓണപ്പരിപാടികളായിട്ടൊന്നുമില്ല, സദ്യ കഴിക്കില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാ ഗൈസ്. മോള് കഴിച്ചത് കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു മമ്മീൻ്റെ ഫുഡ്? സൂപ്പർ. എൻ്റെ അനിയത്തി സാമ്പാർ തന്നേ പോലെ നിങ്ങൾ ഇല തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇല വെട്ടാൻ കാടാണ്. ഇവിടെയൊക്കെ വലിയ പാമ്പുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ ഓണത്തിന് ഞാൻ ഉണ്ടാകുമ്പോൾ പാമ്പ് വെച്ച് മരിക്കുമോ? മഴയും എല്ലാം നോക്കാം. കഴിഞ്ഞു. അപ്പം ഇല വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു സ്ഥലത്തും ഇലയില്ല, ഇലയെല്ലാം കീറിയും പിന്നെ കേടലയാണ്, ഫുള്ള് കേടും പഴുത്തതൊക്കെ. എന്ത് ചെയ്യും നോക്കട്ടെ. പിന്നെ പായസം പപ്പടം കൂടെ ഇങ്ങനെ ഇട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിങ്ങോട്ട് കഴിക്കുക. എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റാണെന്നറിയുമോ, ഭയങ്കര രസം കേട്ടോ. ഇങ്ങനെ എല്ലാവരും കഴിക്കലുണ്ട്. എൻ്റെ ബിൽഡപ്പ് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങളാരും കഴിക്കാറില്ലെന്ന്. എല്ലാവരും കഴിക്കലുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പാത്തൂട്ടിക്ക് ചെറിയ ഇലയിട്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയ ഇലയിട്ട് കൊടുത്താണ് കേട്ടോ. ഈ ഇലയിലുള്ള ഒന്നും അവൾ കഴിക്കത്തില്ല, ഈ ഫുഡ് അവൾ കഴിക്കത്തില്ല. പിന്നെ ഇരുന്ന് ബിൽഡപ്പൊക്കെ ഇടുന്നുണ്ട്, കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും രസമല്ലേ ഇവർ കഴിക്കുന്നത് കാണാനൊക്കെ. അങ്ങനെ ഞാനിവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കുക കേട്ടോ. അതെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് സദ്യ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ വൈഫും വന്ന് സഹായിച്ചു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, അവളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ സഹായിച്ച് എന്തായാലും സദ്യയൊക്കെ ഉണ്ടാക്കി. ഇപ്രാവശ്യം സദ്യ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടുണ്ടാക്കിയതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. പിന്നെ രാത്രിയായപ്പോൾ ഏട്ടനും ചേച്ചിയും വന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയും ചേട്ടനും വന്നപ്പോൾ. എന്നുവെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ വന്നല്ലോ. അങ്ങനെ ഞങ്ങളെ ഈ വർഷത്തെ ഓണം അടിച്ച് പൊളിച്ചു ഗായ്സ്.